തിരുവനന്തപുരം വെങ്ങാനൂരിൽ വീട്ടിൽ മോഷണ ശ്രമം. ചാവട്നട സ്വദേശി ഹേമ സുരേഷിന്റെ വീട്ടിലാണ് മോഷണ ശ്രമം നടന്നത്. മോഷ്ടാവ് വീട്ടിലെ CCTV നശിപ്പിച്ചു. അന്വേഷണം ഊർജിതമാക്കി ബാലരാമപുരം പോലീസ്. പാലക്കാട് തൃത്താലയിൽ കാറ് മരത്തിലിടിച്ച അപകടത്തിൽ ആനക്കര സ്വദേശി സിയാദിന് പരിക്കേറ്റു. തലയ്ക്ക് പരിക്കേറ്റ സിയാദിനെ പാലക്കാട് സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. തൃശൂർ ചാലക്കുടി പോലീസും എക്സൈസും ചേർന്ന് നടത്തിയ പരിശോധനയിൽ 50 ലിറ്റർ വാഷ് കണ്ടെത്തി. ക്രിസ്മസ് പുതുവത്സരവുമായി ബന്ധപ്പെട്ടായിരുന്നു പരിശോധന. തൃശൂർ ഏനാമാക്കൽ സെയിന്റ് ജോസഫ് ഹൈസ്കൂൾ കാരുണ്യ പ്രവർത്തനങ്ങളുടെ ഭാഗമായി ക്രിസ്മസ് കിറ്റുകൾ വിതരണം ചെയ്തു. പദ്ധതി നടപ്പിലാക്കിയത് വിദ്യാർത്ഥികളും അധ്യാപകരും കൈകോർത്ത്. തൃശൂർ ചാലക്കുടിയിൽ ഗതാഗത തടസ്സം സൃഷ്ടിച്ച് വാഹനം ഉപേക്ഷിച്ച നിലയിൽ കണ്ടെത്തി. വെട്ടിയാട്ടിൽ ക്ഷേത്രത്തിന് സമീപത്താണ് കാർ ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ കിടക്കുന്നത്. പോലീസിലും മോട്ടോർ വാഹന വകുപ്പിലും വിവരം അറിയിച്ചിട്ടും നടപടിയില്ലെന്ന് നാട്ടുകാർ. തൃശൂർ ചാലക്കുടി കേരള സ്റ്റേറ്റ് തയ്യൽ തൊഴിലാളി ക്ഷേമനിധി യൂണിറ്റ് വാർഷിക പൊതുയോഗം സംഘടിപ്പിച്ചു. ജില്ലാ സെക്രട്ടറി KA ശിവദാസൻ പൊതുയോഗം ഉദ്ഘാടനം ചെയ്തു. എറണാകുളം കുമ്പളങ്ങി സെന്റ് പീറ്റേഴ്സ് ദേവാലയത്തിലെ ആകാശവിളക്കിന്റെ സ്വിച്ച് ഓൺ കർമ്മം MLA KJ മാക്സ് നിർവഹിച്ചു. 45 അടി ഉയരമുള്ള ആകാശവിളക്കാണ് ക്രിസ്തുമസിന്റെ ഭാഗമായി നിർമ്മിച്ചത്. തൃശൂർ കീഴ്പുള്ളിക്കര ലിഫ്റ്റ് ഇറിഗേഷൻ പദ്ധതി പുനരാരംഭിക്കുന്നതിന് ഭരണാനുമതി. പദ്ധതി ആരംഭിച്ചത് കുടിവെള്ളക്ഷാമം പരിഹരിക്കുന്നതിനും കൃഷി ആവശ്യത്തിനുമായി. 2017 4 കോടി രൂപ അനുവദിച്ച് നിർമ്മാണം ആരംഭിച്ചെങ്കിലും പദ്ധതി പൂർത്തീകരിച്ചിരുന്നില്ല. ₹3 കോടി ആനുകൂല്യങ്ങൾ. ബമ്പർ സമ്മാനമായി 25